ഏപ്രിൽ 22, 2025 മുഴുവൻ ഇന്ത്യക്കും ഒരു കരുദിനമായിരുന്നു അന്ന്. ഇന്ത്യയിലെ പെഹൽഗാമിൽ വിശ്രമവേളകൾ ആസ്വദിക്കാൻ പോയ, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോയ ഒരു കൂട്ടം ആളുകളിൽ നിന്നും പുരുഷന്മാരെ മാത്രം നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദ്യം ചെയ്ത് ഹിന്ദു എന്ന് പറഞ്ഞവൻ്റെ നെറ്റിയിലേക്ക് നിറയൊഴിച്ച് ചില ഭീകരന്മാർ അവിടെ കടന്നുകൂടി. 26ഓളം പുരുഷന്മാരെയാണ് ഈ ഭീകരന്മാർ കൊന്നൊടുക്കിയത്. 15 ദിവസങ്ങളോളം ഇന്ത്യ ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളും നടത്തിയില്ല. 15 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ആർമി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഓപ്പറേഷൻ സിന്ദൂർ, ജസ്റ്റിസ് ഈസ് സെർവ്ഡ്, ജയ് ഹിന്ദ്. ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ച് ഹിന്ദുവിൻ്റെ നെറ്റിയിലേക്ക് മാത്രം നിറയൊഴിച്ച് നിരവധി സ്ത്രീകൾക്ക് സിന്ദൂരം അണിയുന്ന പ്രിവിലേജ് നഷ്ടപ്പെടുത്തിയതിന് ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാനിലെ 9ഓളം ഭീകരന്മാരെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനിങ് സെന്ററുകളിലേക്കാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്. അത് നമുക്കൊന്ന് വാർത്ത കേൾക്കാം. 27-നാണ് ഈ സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള സംയുക്ത അഭ്യാസം നടന്നത്, ഈ ആക്രമണം നടന്നത്. മുസാഫറാബാദ് എന്ന് പറയുന്നത് ലഷ്കർ-ഇ-തോയ്ബയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുസാഫറാബാദിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ 2 ടാർഗറ്റുകളിലാണ് തുടരെ ആക്രമണം ഉണ്ടായത്. റഫാലിന്റെ ശക്തമായ സ്കാൾപ്പ് മിസൈലുകളാണ് ഇവിടെ പതിച്ചത്. മുസാഫറാബാദിലെ 2 ടാർഗറ്റുകൾ നമ്മൾ ലക്ഷ്യമിട്ടു. അത് യഥാർത്ഥത്തിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് കോട്ട്ലി എന്ന് പറയുന്ന മറ്റൊരു ടാർഗറ്റാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ മുസാഫറാബാദ് എന്നുള്ളത് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിരന്തരം ഇന്ത്യക്ക് ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികളെ ട്രെയിനിങ് നടത്തുന്ന പ്രദേശമാണ്. അപ്പോൾ 2 ഇടങ്ങൾ, മുസാഫറാബാദിൽ, മറ്റൊരു പ്രധാനപ്പെട്ട ഇടം ബഹാവൽപൂരാണ്. പാകിസ്ഥാനിലുള്ള ബഹാവൽപൂരിലും നമ്മൾ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന് മുരീഡ്കെ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ തന്നെയുള്ള മറ്റൊരു ടാർഗറ്റാണ്. മുരീഡ്കെയുടെ ഒരു പ്രത്യേകത, മുരീഡ്കെയിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ ട്രെയിനിങ് യാർഡാണ്. പ്രൊഫസർ ഓഫ് ടെററിസം എന്ന് വിളിക്കുന്നയാളാണ് നമ്മളുടെ ഈ ഹാഫിസ് സെയ്ദിന്റെ കേന്ദ്രമാണ് മുരീഡ്കെ. ലഷ്കർ-ഇ-തോയ്ബയുടെ കേന്ദ്രമാണ്. ഹാഫിസ് സെയ്ദ് താമസിക്കുന്നതും ഈ മുരീഡ്കെയ്ക്ക് തൊട്ടടുത്താണ്. അപ്പോൾ മുരീഡ്കെയിൽ മറ്റൊന്ന് സിയാൽകോട്ട്, നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സിയാൽകോട്ട്. അതേപോലെ ബിംബർ, ഗുൽപൂർ, കോട്ട്ലി, മുസാഫറാബാദിലെ 2 ഇടങ്ങൾ, ഇത്രയും ഇടങ്ങളിലാണ് ഇന്ന് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ പാകിസ്ഥാനിൽ തന്നെയുള്ള ബഹാവൽപൂരിൽ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയുമായിട്ടാണ് ഇന്ന് രാവിലെ ഇന്ത്യൻ ആർമി നമ്മളെ എഴുന്നേൽപ്പിച്ചത്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യൻ ആർമിയോട് ബഹുമാനം തോന്നിയവർ, ഇന്ത്യ ചെയ്ത പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയവർ, ഒരു ഇന്ത്യൻ ആണെന്ന് അഭിമാനം തോന്നിയവർ കമന്റ് ബോക്സിൽ ഇന്ത്യൻ എന്ന് കമന്റുകളെ രേഖപ്പെടുത്തുക. ഈ ഒരു സാധനത്തിന് ശേഷം ഇന്ത്യൻ ആർമി ഒരു പ്രസ് റിലീസ് ചെയ്തു. അത് ഞാനിവിടെ പ്രസന്റ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് ഭാഗങ്ങളൊന്ന് വായിക്കാം. പോസ്റ്റഡ് ഓൺ 7 മെയ് 2025 1:44 AM ഈ സമയത്താണ് ഈ പ്രസ് റിലീസ് ചെയ്തിരിക്കുന്നത്. എ ലിറ്റിൽ വൈൽ എഗോ the Indian Armed Force launched Operation Sindoor, hitting terrorist infrastructure in Pakistan and Pak-occupied Jammu and Kashmir, from where terrorist attacks against India have been planned and directed. അതായത് നമ്മൾ അറ്റാക്ക് ചെയ്തത് അവിടുത്തെ ആയുധം ഉപയോഗിക്കാൻ അറിയാത്ത സാധാരണക്കാരനെയല്ല, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന പട്ടാളക്കാരനെയല്ല, ആ രാജ്യത്തെ തീവ്രവാദം അഴിച്ചുവിടുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെയാണ്, തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് സെൻറ്ററുകളെയാണ്. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലടിച്ച് ഇവിടെ ഒരു യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഈ ഒരു തീവ്രവാദത്തിന്, ഈ ഒരു ടെററിസ്റ്റിന്, നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന ഈ ഒരു ക്യാൻസറിനെ തുടച്ചു നീക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് ആളുകൾ ഈ വാർത്ത കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്ക് നടന്ന സമയത്ത്, ഇന്ത്യക്കെതിരെയുള്ള അറ്റാക്ക് നടന്ന സമയത്ത് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന കേട്ടു, ഇന്ത്യ എപ്പോൾ തിരിച്ചാക്രമിക്കും, ഇന്ത്യ എപ്പോൾ തിരിച്ചാക്രമിക്കുന്നു. ഇതാ ഇന്ത്യ തിരിച്ചാക്രമിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു യുദ്ധമല്ല. ഒരു യുദ്ധം നടക്കാതിരിക്കുന്നതിനാണ് ഇന്ത്യക്കും ഇപ്പോൾ വളരെ നല്ലത്. കാരണം പല രാജ്യങ്ങളും ചൈനയിൽ നിന്നും അവരുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്നും ഈ പ്രൊഡക്ഷൻ എല്ലാം മറ്റെങ്ങോട്ടെങ്കിലും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ ഇന്ത്യയുടെ എക്കോണമി നിലനിർത്തുന്നതിന് ഒരു വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളുടെ ലക്ഷ്യം പാകിസ്ഥാനെ നശിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്തിനെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച 9 സ്ഥലങ്ങളുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. ഇത് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഈ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടന്റ് കാണില്ല. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യ ചെയ്ത പ്രവൃത്തിയോട് അഭിമാനം തോന്നി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി സംസാരിച്ചു, ഇന്ത്യൻ ആർമി ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ, ജസ്റ്റിസ് ഈസ് സെർവ്ഡ് എന്നുള്ളത്. ഇതിൻ്റെ താഴെ നിരവധി പാകിസ്ഥാനികൾ വന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-2 കമൻറ്റുകൾ പറയാം. ദ സിന്ദൂർ ഡിഡിൻ ലാസ്റ്റ് ലോങ്, ഡിഡ് ഇറ്റ്? സിന്ദൂരം ഒരുപാട് നാൾ നിലനിന്നില്ല, അതെയോ? യു ഗൈസ് ആർ ജസ്റ്റ് എ ജോക്ക്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വൃത്തികെട്ട സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആള്, യു സ്റ്റാർട്ടഡ് ഇറ്റ് ആൻഡ് വി വിൽ ഫിനിഷ് ഇറ്റ്. ഒന്ന് പോടാ വെച്ചുമ്പോ തമാശ പറയാനായിട്ട് അവൻ ഫിനിഷ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അടുത്തത്, വെയിറ്റ് ആൻഡ് വാച്ച്, പാകിസ്ഥാൻ വിൽ ടീച്ച് യു എ ലെസൺ. ഏത് ലെസണാ മോനെ അത്?
ലെസൺ ഒന്ന് പഠിപ്പിച്ചു പ്ലീസ്. പാകിസ്ഥാനിലുള്ള ജനങ്ങൾ ഒന്നടങ്കം പൊട്ടന്മാരാണ് എന്ന് തെളിയിക്കുന്ന സാധനമാണ് ഈ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിലുള്ള മഹത്തരമായ ജനങ്ങൾ, ഞാൻ പറയുന്ന ഭാഷയോ ഞാൻ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്നാലും ഞാൻ പറയാനുള്ളത് പറയുകയാണ്. ഒന്ന്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വലിപ്പം നിങ്ങൾ നോക്കണം. രണ്ട്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പട്ടാള ബലം നിങ്ങൾ നോക്കണം. മൂന്ന്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ വലിപ്പം നിങ്ങൾ നോക്കണം. ആയുധങ്ങളുടെ വലിപ്പം നോക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ JF-17 എന്ന് പറയുന്ന അവരുടെ വജ്രായുധം തകർന്നു വീണു. അതിൻ്റെ കൂടുതൽ സ്ഥിരീകരണം വരുന്നതേ ഉള്ളൂ. ഒരു തരത്തിലും ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയോട് വിജയിക്കാൻ സാധിക്കില്ല. നമ്മുടെ ബലം അത്രയ്ക്ക് വലുതാണ്. അത് ചൈനയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധമുള്ളവന്മാർ മനസ്സിലാക്കുക. സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകാൻ നിൽക്കുക. ആരോടായി സമാധാനത്തിൻ്റെ പാതയുടെ കാര്യം ഞാൻ പറയുന്നത്? സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്കാകാനുള്ള കാരണം പാകിസ്ഥാനിലുള്ള ചില നേതാക്കന്മാരുടെ, മന്ത്രിമാരുടെ നാക്കാണ് പ്രശ്നം. ഞങ്ങളുടെ കയ്യിൽ ആണവായുധം കൊണ്ട് ഞങ്ങൾ പ്രയോഗിക്കും, ഞങ്ങൾ ഇന്ത്യയെ ഭയക്കുന്നില്ല, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകും, ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രസ്താവനകളാണ് പാകിസ്ഥാനിൽ അവർ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ മറുപടിയാണ് നമ്മൾ കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം പാകിസ്ഥാൻ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. മുട്ടിടിക്കുന്നുണ്ടെങ്കിലും നാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ പാകിസ്ഥാൻകാർക്ക് വളരെ നന്നായി അറിയാം. അവർ വീണ്ടും നാക്കുകൾ കൊണ്ട് അമ്മാനമാടും, എന്നിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുമ്പിൽ പോയി കേണപേക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ട്വിറ്റർ ട്വീറ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന മറ്റൊരു കമൻറ്റ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാം. ഇതിനർത്ഥം പാകിസ്ഥാനിലും ഇന്ത്യക്കെതിരെ തിരിച്ചടി നടത്താനുള്ള ചില പ്ലാനുകൾ, ചില പ്രക്രിയകൾ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കും എന്നുള്ളത് തന്നെയാണ്. യുദ്ധത്തിനുള്ള സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കണം, നമ്മളത് തള്ളിക്കളയാൻ പാടില്ല. യുദ്ധമുണ്ടായാലും ഇല്ലെങ്കിലും മേൽക്കൈ ഇന്ത്യക്ക് തന്നെയായിരിക്കും, അതിനകത്തൊരു സംശയവുമില്ല. നിങ്ങൾ ആക്രമിച്ച പോലെ പേടിച്ച് തോക്കേണ്ടാത്ത, ആയുധ പരിശീലനമില്ലാത്ത, ടൂറിസ്റ്റായിട്ട് വന്ന സാധാരണക്കാരെ അല്ല ഇന്ത്യ മറുപടിയായിട്ട് ആക്രമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങൾ പോറ്റു വളർത്തുന്ന, നിങ്ങൾ ടെററിസത്തിന് അഭയം കൊടുക്കുന്ന, നിങ്ങൾ ട്രെയിനിങ് നടക്കുന്ന നിങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററുകളെയാണ് ഇന്ത്യൻ ആർമി പൊളിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ പോലെ കള്ളം പറയുന്ന കുറേ ടീമുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവന്മാരിനി നാളെ പറയും അവിടുത്തെ സാധാരണ ജനങ്ങളെ എല്ലാം നമ്മൾ കൊന്നു എന്നുള്ളത്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ പക്കൽ കുറേ വീഡിയോ എവിഡൻസുകളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ ആക്രമണം ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവിടുത്തെ കുട്ടികളോട് പോയി സംസാരിച്ചു. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യയോട് വിരോധം തോന്നാനുള്ള കാരണം എന്താണ്? ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. सुनते पहले के दिमाग में क्या आती? हमारे दिल में उनके लिए नफरत पैदा होती है। दिल में उनके लिए नफरत पैदा होती है। क्या वजह थी नफरत की भारत से? क्योंकि वो हम तो अपने रब को रब मानते हैं और वो जो है बुतों को अपना रब मानते हैं। सिर्फ मजहब की वजह से दुश्मनी है और कोई मसला नहीं है? अभी तो यही है फिलहाल। अच्छा, किसने सिखाई, किसने बताई ये बात कि मजहब की वजह से हम किसी से नफरत कर सकते हैं? हम इस्लाम में ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ വെറുപ്പാണ്. അതിനുള്ള കാരണം ഇന്ത്യക്കാർ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ്. ഇതാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? മുസ്ലിം മതം. ഇതാണ് അവൻ്റെ മറുപടി. ഏത് മുസ്ലിം മതമാണ് മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരെ, മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത്? അപ്പോൾ നിന്നെ പഠിപ്പിക്കുന്നവരുടെ കുഴപ്പമാണ്. ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതികളാണ് പാകിസ്ഥാനിലെ പല സംഘടനകളും പല ആളുകളും അവിടുത്തെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ അറ്റാക്ക് നടന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അന്നേ ദിനം തൻ്റെ മുമ്പിലിട്ട് തൻ്റെ ഭർത്താവിനെ, തൻ്റെ അച്ഛനെ, തൻ്റെ മകനെ വെടിവെച്ച് കൊന്നപ്പോൾ ആ കുടുംബത്തിനുണ്ടായ മാനസിക സമ്മർദ്ദം, അവരനുഭവിച്ച വിഷമം ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ഇന്നും അവർ അനുഭവിക്കുന്ന സന്തോഷത്തിൽ അത് തീർന്നു പോകുന്ന, മാഞ്ഞു പോകുന്ന ഒന്നല്ല. പക്ഷേ അവർക്ക് കിട്ടിയ സന്തോഷം തീർച്ചയായിട്ടും ആ കുടുംബം സന്തോഷിച്ചിട്ടുണ്ടാവും. എൻ്റെ പിതാവിനെ, എൻ്റെ സഹോദരനെ, എൻ്റെ ഭർത്താവിനെ വധിച്ചവനെ തിരിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് അടി കൊടുത്തു, തിരിച്ച് ഇന്ത്യൻ ആർമി അടി കൊടുത്തു എന്ന് പറയുന്നത് അവർക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അവരെപ്പോലെ തന്നെ നമുക്കും. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു. നിങ്ങളും തീർച്ചയായിട്ടും അഭിമാനിക്കുക, രാജ്യസ്നേഹം വളർത്തുക. ഇന്ത്യ ഈ പ്രശ്നത്തിൽ നിന്നും സ്മൂത്തായിട്ട് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീവ്രവാദത്തെ തുടച്ചു നീക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയ് ഹിന്ദ്.